അപ്പോൾ ഇതാ ഉച്ചക്കത്തേക്കുള്ള ചോറിനുള്ള പരിപാടികളാണ് കേട്ടോ. വെള്ളം നല്ല ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ റേഷനരിയാണ് കേട്ടോ. റേഷനരിയൊക്കെ കഴുകി ഇതാ അരിയൊക്കെ അടുപ്പത്തിട്ടു. ഞാൻ കുറച്ച് തിളച്ചതിന് ശേഷം റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കണം. പിന്നെ ഉണ്ടാക്കുന്നത് അവിയലാണ് കേട്ടോ. അവിയൽ കഷ്ണങ്ങളൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേവിക്കാൻ. പിന്നെ അതിൻ്റെ ഇടയിൽ മീൻ വാങ്ങിയതൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കഷ്ണം മീൻ 100 രൂപയ്ക്ക് വാങ്ങിയതാണ്. നമ്മൾ അവിയലിക്ക് ഇടാൻ തേങ്ങ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നല്ല ഉണങ്ങി എന്താ പറയുക ചിരട്ടേന്നുണ്ട് പോന്നിട്ടുണ്ട് കേട്ടോ. അല്ല വെളിച്ചെണ്ണയ്ക്ക് ആട്ടാൻ പറ്റി അതേപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഈ തേങ്ങയൊക്കെ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തു. അങ്ങനെ കത്തി കൊണ്ട് അരിഞ്ഞിട്ട് ചിരകാൻ പറ്റില്ലല്ലോ ചിരട്ടയിൽ നിന്ന് പോകുന്നതുകൊണ്ട്. അപ്പോൾ ആദ്യം അതിനൊന്ന് ക്രഷാക്കി എടുത്തു. പിന്നെയാണ് ബാക്കിയുള്ള മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകം കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടൊന്ന് ഒന്ന് ഒതുക്കിയെടുത്ത് കേട്ടോ, ചതച്ചെടുത്തത്. അപ്പോൾ അത് കഷ്ണങ്ങളൊക്കെ വെന്ത് ചെയ്യുന്നു. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ ശനിയാഴ്ച എടുത്തിട്ടുള്ള വീഡിയോസാണ്. ഇതിൻ്റെ ഫുൾ ഭാഗങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതൊന്ന് ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും വയ്യാതായിരുന്നു, ഛർദിയും വയറിളക്കൊക്കെ ആയിട്ട് 2 ദിവസം അങ്ങനെ അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ അവിയലൊക്കെ കൂടെ സെറ്റായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ബാക്കി ഭാഗം നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ, എല്ലാവരും കാണണേ.